ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്ന പോലെ റെസിസ്റ്റർ ഇല്ലാത്ത ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ റെസിസ്റ്റർ കറണ്ട് ഫ്ലോയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനപ്പുറം കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ കൂടി അറിഞ്ഞാലോ? ഇപ്പം നമ്മൾ ഈ കാണുന്നത് കാർബൺ ഫിലിം റെസിസ്റ്റർ ആണ്. ഒട്ടുമിക്ക ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണിത്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി പവർ കുറഞ്ഞിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള കാർബൺ ഫിലിം റെസിസ്റ്ററും ലഭ്യമാണ്. ഇത് 1/8 വാട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനിയും കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യേണ്ട ആംപ്ലിഫയറുകൾ, പവർ സപ്ലൈ സിസ്റ്റം, ഇതിനകത്തൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് വയർ ബൗണ്ട് റെസിസ്റ്ററുകൾ. ഏകദേശം 1 വാട്ട് തുടങ്ങി ഒരു 100 വാട്ട് വരെയുള്ള റേഞ്ചിൽ ഇത് ലഭ്യമാണ്. ഒട്ടുമിക്ക SMPS പവർ സപ്ലൈയുടെ ഫ്രണ്ട് എൻഡിൽ നമുക്കിത് കാണാവുന്നതാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ഒരു സർജ് കറണ്ട് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കാണുന്നത് നിക്രോം കമ്പിയാണ്. നിക്കൽ, ക്രോമിയം, മാംഗനീസ് ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. ഇത് വളരെ ചുരുളുകളായിട്ട് ഇതേ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് ആ ഒരു റെസിസ്റ്റർ നിർമ്മിക്കുന്നത്. ഇതിനകത്ത് സെറാമിക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അത് ഹൈ ടെമ്പറേച്ചറിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഈ കാണുന്നതും വയർ ബൗണ്ട് റെസിസ്റ്റർ തന്നെയാണ്. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് UPS, ഇൻവേർട്ടർ, അതുപോലെയുള്ള ഹെവി ആയിട്ടുള്ള ഡിവൈസുകൾ, കൂടാതെ വോൾട്ടേജ് റെഗുലേറ്റർ, ആംപ്ലിഫയർ തുടങ്ങിയ സർക്യൂട്ടിലും നമുക്കിത് ധാരാളം കാണാൻ സാധിക്കും. ഇനി റെസിസ്റ്റർ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോമിലും ലഭ്യമാണ്. ഇതാണ് SMD അഥവാ സർഫസ് മൗണ്ട് ഡിവൈസ് റെസിസ്റ്റർ. ഇതിൽ 103 എന്ന് സൂചിപ്പിക്കുന്നത് ഒന്നുമില്ല, 10 ഇട്ടിട്ട് 3 പൂജ്യം ഇടുക, അത്ര ഓംസ് ആണ് ഇതിന്റെ റെസിസ്റ്റൻസ്, അതായത് 10 കിലോ ഓം. ഇനിയും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇതാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത, അതിനകത്തെ വാല്യൂ വളരെ കൃത്യതയുള്ളതായിരിക്കും. 0.01% ഒക്കെ അതിന് വ്യത്യാസം വരാറുള്ളൂ. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റൽ ഇലക്ട്രോണിക് സിസ്റ്റത്തിലാണ്, പ്രത്യേകിച്ച് മൾട്ടിമീറ്ററുകൾ, അതുപോലെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള വെയ്റ്റിംഗ് മെഷീൻ, ഇതിനകത്തൊക്കെ നമുക്ക് വളരെയധികം പ്രിസിഷൻ ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്വർണം തൂക്കുന്ന മെഷീനിനകത്ത് ഒരു 0.1 ഓംസിന്റെ റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ അത് ഏതാനും ഗ്രാം വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം റെസിസ്റ്ററുകളാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തേക്കുന്നത്. ഇനി ഒരു റെസിസ്റ്റർ നമ്മൾ തല്ലി പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ ഇതേ രീതി വെള്ള കളറുള്ള ഒരു സാധനം കാണാൻ സാധിക്കും. ഇതല്ല ശരിക്കും റെസിസ്റ്ററിന് ആ ഒരു റെസിസ്റ്റൻസ് നൽകുന്നത്, അതിന്റെ പുറത്തുള്ള പ്രത്യേക കോട്ടിംഗ് ആണ്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കളർ കോഡിന്റെ തൊട്ട് അടിയിൽ ഒരു ചെറിയൊരു പാളി പോലെ കാണാം. അവിടെയാണ് റെസിസ്റ്റൻസ് നൽകുന്ന ആ ഒരു പദാർത്ഥം ഇരിക്കുന്നത്. വെള്ള കളറിൽ കാണുന്നത് സെറാമിക്കാണ്. റെസിസ്റ്ററിന്റെ ബോഡിക്ക് ഒരു സപ്പോർട്ട് നൽകുക മാത്രമാണ് അത് ചെയ്യുന്നത്. ഒരു സർക്യൂട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് അത് കൃത്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ട്രിമ്മർ പോർട്ടുകൾ യൂസ് ചെയ്യാം. ഫ്രീക്വന്റ് ആയിട്ട് അധികം മാറ്റേണ്ടാത്ത സന്ദർഭങ്ങളിലാണ് ഇത് യൂസ് ചെയ്യാറ്. ഇത് കൂടാതെ തന്നെ ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള പൊട്ടൻഷ്യോമീറ്റർ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് 0.1 ഓംസ് വരെയുള്ള റെസിസ്റ്റൻസിൽ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. അതാണ് സാധാരണ പൊട്ടൻഷ്യോമീറ്റർ ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന പാനൽ മൗണ്ട് ടൈപ്പ് പൊട്ടൻഷ്യോമീറ്റർ ആണ് ആംപ്ലിഫയറിലും അതുപോലെ തന്നെ പവർ സപ്ലൈയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടി നിർമ്മിച്ചതാണ്. അപ്പോൾ തിയറിക്കപ്പുറം ഇത്തരം നല്ല നല്ല അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.